ആശുപത്രികളിലെ അനാസ്ഥ തുടർക്കഥയാവുമ്പോൾ പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയും. കെട്ടിടത്തിന്റെ മുകളിൽ ഒരാൽമരം വരെ മുളച്ചു തുടങ്ങി. സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യതയുള്ളതിനാൽ വാതിൽ തുറക്കരുത്. ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. പഴക്കമേറിയ കെട്ടിടത്തിൽ പോസ്റ്റർ പതിപ്പിച്ചതിലപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കൗതുക കാഴ്ച കൂടെയുണ്ട്. പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നിനു മുകളിൽ ആൽമരം മുളച്ചു നിൽക്കുന്നു. ദിവസേന ആയിരങ്ങളെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയാണിത്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും. പഴയ കെട്ടിടത്തിലാകട്ടെ വാർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഭീതിയാണ്. പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണിട്ടുമുണ്ട്. ചുമരിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾക്ക് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട്. കാഷ്വാലിറ്റിയിലോട്ട് പോകുന്ന ആ എമർജൻസി സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു പുതുതായിട്ടൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ കേരള മോഡൽ എന്നല്ല പറയുന്നത്, അവിടെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ കോൺക്രീറ്റ് പാളികൾ തകർന്നിരിക്കുകയാണ്, അത് നിങ്ങളുടെ ശരീരത്തിൽ വീണ് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പടവേടിച്ച് പന്തളത്തെത്തുമ്പോൾ ചൂട്ടും കെട്ടി പട എന്ന തരത്തിലേക്കാണ് കൊല്ലം ജില്ലാ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്നത്. പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന വാക്കുകൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ളത്. എന്നാൽ പ്രവൃത്തിയിലോ അത് കാണാനുമില്ല. ന്യൂസ് 18 കൊല്ലം.